വെൽക്കം ടു മാസ് ലേണിംഗ് ഹബ്ബ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് BCOC 135 കമ്പനി ലോ യൂണിറ്റ് 5 അതോറിറ്റീസ് അണ്ടർ കമ്പനീസ് ആക്ട് 2013. ഈ ചാപ്റ്ററിനകത്ത് പറയുന്നത് എന്താണ് NCLT ആൻഡ് NCLAT. ഇവിടെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞിട്ട് നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം. കമ്പനികളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അഥവാ കോർപ്പറേറ്റുകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അവിടെ ഉണ്ടാകുന്ന ഡിസ്പ്യൂട്ട്സ് അല്ലെങ്കിൽ അതിനകത്തുള്ള കമ്പനി തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി കമ്പനീസ് ആക്ട് 2013 അണ്ടറിൽ രണ്ട് കോർട്ടുകൾ ക്രിയേറ്റ് ചെയ്തു. രണ്ട് കോർട്ടുകളെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതാണ് ഫസ്റ്റ് വണ്ണാണ് നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലും അതുപോലെ നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രൈബ്യൂണലും. ഇവിടെ പറയുന്നത് നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ എന്ന് പറയുന്നത് NCLT എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോവർ കോർട്ട് പോലെയാണ്. നമ്മുടെ ഫസ്റ്റ് ഒരു കമ്പനിയിലുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ, ഒരു കോർപ്പറേറ്റ് തമ്മിൽ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് സമീപിക്കുന്ന കോർട്ടാണ് നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ. അവിടെ നിന്ന് ആ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സുപ്രീം കോർട്ട് പോലെ കാണുന്ന ഒന്നാണ് NCLAT അഥവാ നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രൈബ്യൂണൽ. NCLTന്ന് പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്തത് അവർ സമീപിക്കുന്ന ഒരു കോർട്ടാണ് നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രൈബ്യൂണലും. അപ്പം ഈ രണ്ട് കോർട്ടും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കമ്പനിയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ്. കാരണം സാധാരണ കോടതികളിലേക്ക് കമ്പനിയിലുള്ള പ്രശ്നങ്ങൾ പോവുകയാണെങ്കിൽ അതൊരു ഹ്യൂജ് ബേർഡനായിട്ട് കോർട്ടിന് മാറും. കാരണം ഒരുപാട് മറ്റ് കേസുകൾ അവിടെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂടെ കമ്പനീൻ്റെ കേസും കൂടെ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതാവും. അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് കമ്പനികൾക്ക് വേണ്ടി, കോർപ്പറേറ്റുകൾക്ക് വേണ്ടി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി രണ്ട് കോടതികൾ വേറെ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് NCLTയും NCLATയും. അപ്പം ഇതെന്തൊക്കെയാണെന്നാണ് ഇവിടെ ഇനി താഴോട്ട് പറയുന്നത്. നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ അഥവാ NCLT. ഇത് 2013 കമ്പനി ലോൻ്റെ കമ്പനി ആക്ട് 2013 അണ്ടറിൽ വരുന്നതാണ്. ഇത് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് ജൂൺ 1, 2016 തൊട്ടാണ്. ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് adjudicating a variety of issues related to Indian companies, ensuring efficient resolution of corporate dispute and matters. കോർപ്പറേറ്റിൽ ഉണ്ടാവുന്ന തർക്കങ്ങളും അതിലുണ്ടാകുന്ന പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഈ NCLTയുടെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. NCLTയിലുള്ള മെമ്പേഴ്സിൻ്റെ ക്വാളിഫിക്കേഷനാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഒരു ആ ഒരു കോർട്ടിൽ വരുന്ന മെമ്പേഴ്സിൻ്റെ ക്വാളിഫിക്കേഷനാണ് ഇവിടെ പറയുന്നത്. പ്രസിഡൻറ്റ് മസ്റ്റ് ബി ഓർ ഹാവ് ബീൻ ജഡ്ജ് ഓഫ് ഹൈക്കോർട്ട് ഫോർ മിനിമം ഓഫ് 5 years. ഇവിടെ പറയുന്നത് ഇവിടെയുള്ള പ്രസിഡൻറ്റ് അറ്റ്ലീസ്റ്റ് 5 വർഷമോ അതിൽ കുറവോ ഹൈക്കോർട്ടിലെ ജഡ്ജായിട്ടുണ്ടായിരിക്കണം. ജുഡീഷ്യൽ മെമ്പേഴ്സ്, മറ്റ് മെമ്പേഴ്സിൻ്റെ ക്രൈറ്റീരിയയാണ് ഇവിടെ പറയുന്നത്. മസ്റ്റ് ബി ജഡ്ജ് ഓഫ് ഹൈക്കോർട്ട് ആയിരിക്കണം, അല്ലെങ്കിൽ ഹാവ് സെർവ്ഡ് ഡിസ്ട്രിക്ട് ജഡ്ജ് ഫോർ അറ്റ്ലീസ്റ്റ് 5 years. ഡിസ്ട്രിക്ട് ജഡ്ജായിട്ട് അറ്റ്ലീസ്റ്റ് 5 years എങ്കിലും ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ഹാവ് അറ്റ്ലീസ്റ്റ് 10 years ഓഫ് എക്സ്പീരിയൻസ് ആസ് എൻ അഡ്വക്കേറ്റായിട്ട് അറ്റ്ലീസ്റ്റ് 10 years എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അടുത്ത ടെക്നിക്കൽ മെമ്പേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മസ്റ്റ് ഹാവ് എ മിനിമം 15 years കോർപ്പറേറ്റ് ലോ ഓർ റിലേറ്റഡ് ഫീൽഡ്സ്. കോർപ്പറേറ്റ് ലോ അല്ലെങ്കിൽ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡ്സിലോ മിനിമം 15 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് അയാൾക്ക് ഉണ്ടായിരിക്കണം, വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അടുത്തത് BA ചാർട്ടേഡ് അക്കൗണ്ട് ആയിരിക്കണം, കോസ്റ്റ് അക്കൗണ്ടൻറ്റോ അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറിയോ വിത്ത് അറ്റ്ലീസ്റ്റ് 15 years ഓഫ് പ്രാക്ടീസ്. 15 വർഷത്തെ പ്രാക്ടീസ് എക്സ്പീരിയൻസ് ഉള്ള ചാർട്ടേഡ് അക്കൗണ്ടോ കോസ്റ്റ് അക്കൗണ്ടോ അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറിയോ ആയിരിക്കണം. അതുപോലെ പൊസസ് പ്രൂവൺ എബിലിറ്റി ടു എക്സ്പീരിയൻസ് ഇൻ ലോ, ഫിനാൻസ് ഓർ മാനേജ്മെൻറ്റ് ഫോർ അറ്റ്ലീസ്റ്റ് 15 years. ഇത് പ്രൂവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഫിനാൻസ് മാനേജ്മെൻറ്റിലോ അല്ലെങ്കിൽ ലോയിലോ എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ളത് പ്രൂവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പം അതൊക്കെയാണ് ഇതിൻ്റെ ക്രൈറ്റീരിയ. NCLTയിലേക്കുള്ള സെലക്ഷൻ പ്രോസസ്സ് എന്താണെന്നാണ് പറയുന്നത്. പ്രസിഡൻറ്റ് അപ്പോയിൻമെൻറ്റ് വരുന്നത്
The President is appointed after consultating with the Chief Justice of India. Chief Justice of Indiane കൺസൾട്ട് ചെയ്തതിനു ശേഷമാണ് അതിന് പ്രസിഡന്റിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. മെമ്പറിൻ്റെ അപ്പോയിൻമെൻറ്റ്സ് വരുന്നത് മെമ്പർ ആർ അപ്പോയിൻറ്റഡ് ബേസ്ഡ് ഓൺ റെക്കമെൻഡേഷൻ ഫ്രം എ സെലക്ഷൻ കമ്മിറ്റി വിച്ച് ഇൻക്ലൂഡ്സ് സെലക്ടിംഗ് കമ്മിറ്റീസിൻ്റെ റെക്കമെൻഡേഷനോട് കൂടിയാണ് മറ്റ് മെമ്പേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അതാരൊക്കെയാണ്? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഓർ നോമിനി, ചെയർപേഴ്സൺ അവരായിരിക്കും. അതുപോലെ സീനിയർ ജഡ്ജ് ഓഫ് ദ സുപ്രീം കോർട്ട് ഓർ ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട്. സെക്രട്ടറീസ് ഫ്രം മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫെയർസ്, ദ മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ്. ഇവരുടെയൊക്കെ റെക്കമെൻഡേഷന് കൂടിയായിരിക്കും മറ്റ് മെമ്പേഴ്സിനെ ഈ NCLTയിലേക്ക് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ടേം ഓഫ് ഓഫീസ്, the term for the president and members is 5 years with eligible for reappointment. The president must retire upon reaching 67 years, 60 or 7 years of age, 67 years of age, while other member retire 65. ഇവിടെ പ്രസിഡന്റ് റിട്ടയർ ചെയ്യണം എപ്പോഴാണ്? 67 ഇയേഴ്സ് ആയി കഴിഞ്ഞാൽ. എന്നാൽ മറ്റ് മെമ്പേഴ്സ് റിട്ടയർ ചെയ്യേണ്ടത് 65 ഇയേഴ്സിലാണ്. അടുത്ത് റെസിഗ്നേഷൻ ആൻഡ് റിമൂവൽ. ഈ മെമ്പേഴ്സിന് റിസൈൻ ചെയ്യുന്നതും റിമൂവ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മെമ്പേഴ്സ് ക്യാൻ റിസൈൻ ബൈ സബ്മിറ്റിംഗ് റിട്ടേൺ നോട്ടീസ് കൊടുത്തുകൊണ്ട് അവർക്ക് റിസൈൻ ചെയ്യാം. അവരൊഴിവാക്കുവാൻ വേണ്ടി എന്ത് വേണം? കൺസൾട്ടേഷൻ വിത്ത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഫോർ റീസൺ സച്ച് ആസ്. അവരെ NCLTന്ന് ഒഴിവാക്കുവാൻ വേണ്ടി മെമ്പേഴ്സിനെയോ അല്ലെങ്കിൽ അതിലുള്ള ആരെങ്കിലും ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ചീഫ് ജസ്റ്റിസിൻ്റെ കൺസൾട്ടേഷൻ വേണം. എന്തൊക്കെ കാരണത്തിലാണ്? ഇൻസോൾവൻസി പാപ്പരാകുന്നതിന്, ക്രിമിനൽ കൺവിക്ഷൻസിന്, ഇൻകപ്പാസിറ്റി, കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഈ കാരണത്തിനാൽ അയാളെ റിമൂവ് ചെയ്യുന്നതിന് ചീഫ് ജസ്റ്റിസിൻ്റെ കൺസൾട്ടേഷൻ വേണം. അടുത്തത് അവിടെ പറയുന്നത് മെമ്പേഴ്സ് ഹാസ് ബീൻ ഗിവൺ ചാൻസ് ടു ഹേർഡ് ബിഫോർ റിമൂവൽ. അവരെ ഒഴിവാക്കുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ച് അതിലെ മെമ്പേഴ്സ് അവർക്ക് അറിയുവാനുള്ള റൈറ്റ് ഉണ്ട് അതിനെക്കുറിച്ച്. അടുത്ത് ജുഡിസ്ഡിക്ഷൻ എന്തൊക്കെയാണ്? NCLTൻ്റെ നിയമപരിധിയിൽ വരുന്ന കാര്യങ്ങൾ. ക്യാൻസലേഷൻ ഓഫ് ഷെയർ ഹോൾഡർ റൈറ്റ്സ് എന്തൊക്കെയാണ്? കമ്പനി ആക്ട് പ്രകാരം അവരുടെ നിയമപരിധിയിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ക്യാൻസലേഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് റൈറ്റ്സ്, റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്, ട്രാൻസ്ഫർ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ്, വൈൻഡിങ് അപ്പ്, ഓപ്പറേഷൻ ആൻഡ് മിസ്മാനേജ്മെൻറ്റ്, റിവൈവൽ ആൻഡ് റീഹാബിലിറ്റേഷൻ ഓഫ് സിക്ക് കമ്പനീസ്. ഈ കാര്യങ്ങളൊക്കെയാണ് NCLTയുടെ അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ. അവർ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. മിസ്ലിനിയസ് പ്രൊവിഷൻസും. അടുത്തത് അതുകൂടാതെ ഉള്ളത് എഗ്രീവ്ഡ് ഇൻഡിവിജ്വൽ മേ അപ്പീൽ ടു ദ NCLT. എഗ്രീവ്ഡ് ഇൻഡിവിജ്വൽസിന് അപ്പീൽ ചെയ്യാം NCLTയിൽ. ദ പ്രിൻസിപ്പൽ ബെഞ്ച് ഈസ് ലൊക്കേറ്റഡ് ന്യൂഡൽഹി. ദ ട്രൈബ്യൂണൽ ഫോളോസ് ദ കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ 98 section 424. Members are protected from actions taken in good faith. അടുത്തത് NCLTയുടെ മറ്റ് നിബന്ധനകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്ത പവർ ഓഫ് NCLTൻ്റെ പവർ എന്തൊക്കെയാണ്? സമനിങ് ആൻഡ് എൻഫോഴ്സിങ് അറ്റൻഡൻസ്. ഒരാളെ വിളിച്ചു വരുത്താനും അയാളെ എൻഫോഴ്സ് ചെയ്തുകൊണ്ട് കോർട്ടിൽ വ്യക്തികളെ കോർട്ടിലേക്ക് കൊണ്ടുവരാനുള്ള അധികാരം അവർക്ക് ആ പവർ ഉണ്ട്. റിക്വയറിങ് ഡോക്യുമെൻറ്റ് പ്രൊഡക്ഷൻ, ഡോക്യുമെൻറ്റ്സ് ആവശ്യമായ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവരാൻ. അതുപോലെ റിസീവിങ് എവിഡൻസ് ഓഫ് അഫിഡവിറ്റ്, പണിഷിങ് ഫോർ കണ്ടംപ്റ്റ് സിമിലർ ടു ഹൈക്കോർട്ട്സ്. പണിഷ് ചെയ്യാനൊക്കെ പറ്റും. ഇതൊക്കെയാണ് ഇവരുടെ അധികാര പരിധിയിൽ വരുന്നത്. അടുത്ത അപ്പീൽ ടു അപ്പീലേറ്റ് ട്രൈബ്യൂണൽ. ഇവിടെ പറയുന്നത് നമ്മുടെ NCLTയിൽ നമ്മൾക്ക് തീർക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ നമ്മൾ എവിടെ പോകും? അവിടുന്ന് തീർക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി NCLTയിൽ പോയിരിക്കുന്ന പ്രശ്നങ്ങൾ, കോർപ്പറേറ്റുകൾ തമ്മിലുള്ള പ്രോബ്ലം അവിടെ പരിഹരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് NCLAT അഥവാ നാഷണൽ കമ്പനി ലോ അപ്പീലേറ്റ് ട്രൈബ്യൂണലിലേക്കാണ് അപ്രോച്ച് ചെയ്യേണ്ടത്. ഇവിടെ പറയുന്നത് NCLTന്ന് നമ്മൾ വിസ്താരമൊക്കെ കഴിഞ്ഞു, കേസിൻ്റെ വിസ്താരങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വിത്തിൻ 45 ഡേയ്സിൽ ആ ഓർഡർ കിട്ടിയിട്ട് നമ്മൾക്ക് NCLTന്ന് കിട്ടിയ ഓർഡർ കിട്ടിയതിന് ശേഷം വിത്തിൻ 45 ഡേയ്സിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? നാഷണൽ കമ്പനി ലോ അപ്പീലേറ്റ് ട്രൈബ്യൂണലിലേക്ക്
നമ്മുടെ കേസ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അടുത്ത നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രൈബ്യൂണൽ. അത് കോർപ്പറേറ്റ് പ്രശ്നങ്ങൾ തീർക്കുന്ന ഒരു ഹൈക്കോർട്ട് പോലെയാണ്. NCLTക്ക് ശേഷം അതിന് മുകളിൽ വരുന്നൊരു കോർട്ടാണ് NCLAT എന്ന് പറയുന്നത്, അഥവാ നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ്. അപ്പോൾ അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ചെയർപേഴ്സൺ അങ്ങ് മസ്റ്റ് ബി ഓർ ഹാവ് ബീൻ ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട് ഓർ ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട് ആയിരിക്കണം. ജുഡീഷ്യൽ മെമ്പർ ഷുഡ് ബി ജഡ്ജ് ഓഫ് ഹൈക്കോർട്ട് ഓർ ജുഡീഷ്യൽ മെമ്പർ ഓഫ് ദ NCLT വിത്ത് അറ്റ്ലീസ്റ്റ് 5 years ഓഫ് എക്സ്പീരിയൻസ് വേണം. ടെക്നിക്കൽ മെമ്പേഴ്സ് റിക്വയർ മിനിമം 25 years എക്സ്പീരിയൻസ് ഇൻ ലോ, ഫിനാൻസ് മാനേജ്മെൻറ്റ് ഓർ റിലേറ്റഡ് ഫീൽഡ്സ്, ഡെമോൺസ്ട്രേറ്റിംഗ് പ്രൂവൺ എബിലിറ്റി ടു ഇൻറ്റഗ്രേറ്റ്. സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നത്. സെലക്ഷൻ പ്രോസസ് ഓഫ് ദ ചെയർപേഴ്സൺ ആൻഡ് മെമ്പേഴ്സ് ഓഫ് NCLAT mirrored that of the NCLT, involving committee that includes the Chief Justice of India and other high-ranking judicial and governmental officials. ജുഡീഷ്യൽ എന്താണ് ചീഫ് ജസ്റ്റിസും അതുപോലെ ഹൈ റാങ്കിങ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ, ഗവൺമെൻറ് ഹൈ റാങ്കിങ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ചേർത്തിട്ടാണ് ഇതിലേക്കുള്ള സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നത്. ടേംസ് ഓഫ് ഓഫീസ് എന്ന് പറഞ്ഞാൽ ഡ്യൂറേഷൻ. ബോത്ത് ചെയർപേഴ്സൺ ആൻഡ് മെമ്പേഴ്സ് സെർവ് ടേം ഓഫ് 5 years വിത്ത് എലിജിബിലിറ്റി ഓഫ് റീഅപ്പോയിൻമെൻറ്റ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ദ ചെയർപേഴ്സൺ ക്യാൻ സെർവ് അൺടിൽ ദ ഏജ് ഓഫ് 70. 70 വയസ്സ് വരെ ചെയർപേഴ്സണ് അവിടെ വർക്ക് ചെയ്യാം. ഓൾ മെമ്പേഴ്സ് ക്യാൻ സെർവ് അൺടിൽ 67 വരെ മാത്രമേ അവിടെ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോയിൻമെൻറ്റ് ആർ മെയ്ഡ് ഓൺലി ഇഫ് ദ ഇൻഡിവിജ്വൽ ഹാസ് കംപ്ലീറ്റഡ് 50 years ഓഫ് ഏജ്. 50 വയസ്സ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ മാത്രമേ അതിലവിടെ അപ്പോയിൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ഇൻഡിവിജ്വൽസിനെ അവിടെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത് റെസിഗ്നേഷൻ ഓർ റിമൂവൽ ഓഫ് മെമ്പേഴ്സ്. ദ പ്രോസസ് റെസിഗ്നേഷൻ ആൻഡ് റിമൂവൽ സിമിലർ ടു NCLT പോലെ തന്നെയാണ്. റെസിഗ്നേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ പേപ്പർ വർക്ക് ചെയ്തിട്ട് റിട്ടേൺ ചെയ്ത് കൊടുക്കാം. അതിന് റിമൂവൽ ആണെങ്കിൽ NCLTയിൽ പറഞ്ഞ പോലെ തന്നെയാണ്. എങ്ങനെ റിമൂവ് ചെയ്യാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. മെമ്പേഴ്സ് ക്യാൻ റിസൈൻ ബൈ സബ്മിറ്റിംഗ് റിട്ടേൺ നോട്ടീസ്. അതുപോലെ റിമൂവൽ ക്യാൻ ഒക്യോ ഫോർ കൺസൾട്ടേഷൻ വിത്ത് ദ ചീഫ് ജസ്റ്റിസ്. എന്തൊക്കെ കാരണങ്ങൾക്ക്? ഇൻസോൾവൻസി, ക്രിമിനൽ കൺവിക്ഷൻസ്, ഇൻകപ്പാസിറ്റി, കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഈ കാരണത്താൽ അവരെ റിമൂവ് ചെയ്യാം വിത്ത് ദ നമ്മുടെ ചീഫ് ജസ്റ്റിസിൻ്റെ കൺസൾട്ടേഷൻ ഓടുകൂടി മാത്രമേ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ അതിൻ്റെ മെമ്പേഴ്സിനെ. അടുത്തത് അപ്പീൽ ടു സുപ്രീം കോർട്ട്. എഗ്രീവ്ഡ് പാർട്ടി ക്യാൻ അപ്പീൽ NCLT ഡിസിഷൻ ടു ദി സുപ്രീം കോർട്ട് within 60 days, extended by the additional 60 days if justified by the sufficient cause. The NCLT and NCLT are guided by the principle of natural justice and can regulate their own procedures independent of the Code of Civil Procedure. ഇവിടെ പറയുന്നത്, ഇവിടെ NCLATയിൽ അവരെ പ്രശ്നങ്ങൾ, കമ്പനീസിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് സുപ്രീം കോർട്ടിലേക്ക് പോകാവുന്നതാണ്. വിത്തിൻ 60 days, 60 daysന് 60 ദിവസത്തിനുള്ളിൽ അവർക്ക് എന്ത് ചെയ്യാം? സുപ്രീം കോർട്ടിലേക്ക് അവരെ കേസ് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അത് 60 daysനുള്ളത് നമുക്ക് അവിടെ അപ്രോച്ച് ചെയ്യാൻ പറ്റുക ജസ്റ്റിഫൈഡ് ബൈ സഫിഷ്യൻറ്റ് കോസ്റ്റ്. അതിന് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കാരണം ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സുപ്രീം കോർട്ടിലേക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുള്ളൂ. മീഡിയേഷൻ ആൻഡ് കൗൺസിലേഷൻ പാനൽ. ഇവർ പറയുന്നത് കൗൺസിലേഷൻ പാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഇത് ഈ കേസ് നടക്കുന്ന സമയത്ത് NCLTയിലും NCLATയിലും നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? കേസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പാർട്ടീസ് തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഒരു പാനലുണ്ട്. അതാണ് മീഡിയൻ ആൻഡ് കൺസിലേഷൻ പാനൽ എന്ന് പറയുന്നത്. NCLTയിലേക്കോ NCLATയിലേക്കോ എത്തുന്നതിന് മുമ്പ് തന്നെ ബിഫോർ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ദ സെൻട്രൽ ഗവൺമെൻറ് മെയിൻറ്റെയിൻ എ മീഡിയേഷൻ ആൻഡ് കൺസിലേഷൻ പാനൽ to facilitate dispute resolution during proceedings. The panel consists qualified experts who can mediate between parties involved in dispute before the NCLT or NCLAT. National Company Law Tribunal NCLATയിലേക്കും പ്രശ്നങ്ങൾ എത്തുന്നതിന് മുമ്പ് തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള മീഡിയൻ ആൻഡ് കൺസലേഷൻ പാനലിലുള്ള ആൾക്കാർക്ക് ഈ കമ്പനീസ് തമ്മിലുള്ള പ്രശ്നങ്ങൾ പുറത്തു തന്നെ പറഞ്ഞ് പരിഹരിക്കാൻ ഉള്ള അങ്ങനെയുള്ള ഒരു ആൾക്കാരെ
സെൻട്രൽ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയും പരിഹരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലാണ് NCLAT പോകുന്നത്. പവർ ഓഫ് NCLAT. ദ NCLAT ഹാസ് എ പവർ സിമിലർ ടു NCLT. നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ പോലെ തന്നെയാണ് NCLAT പവർ സെയിം തന്നെയാണ്. എന്തൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പവർ? പണിഷ്മെൻറ്റ് കൊടുക്കാം. അതുപോലെ എന്താ പറഞ്ഞത്, സമണിങ്, ഒരാളെ വിളിച്ചു വരുത്താം, ആവശ്യമുണ്ടെങ്കിൽ ഡോക്യുമെൻറ്റ്സ് ആവശ്യമുള്ളത് ചോദിച്ചു വാങ്ങാം. അങ്ങനെയൊക്കെയുള്ള പവർ എന്തിനുണ്ട്? നമ്മുടെ നാഷണൽ കമ്പനിയിലോ അപ്പിലിയേറ്റ് ട്രൈബ്യൂണലിലുണ്ട്. അടുത്ത സ്പെഷ്യൽ കോർട്ട്. ഇവിടെ കമ്പനി ആക്ട് പ്രകാരം 2013 ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്ത വേറൊരു കോർട്ടാണ് സ്പെഷ്യൽ കോർട്ട്. പെട്ടെന്നുള്ള നിയമ നടപടികൾ, പെട്ടെന്നുള്ള ട്രയൽസൊക്കെ നടത്തുന്നതിന്, വളരെ വേഗത്തിലുള്ള ട്രയലൊക്കെ നടത്തുന്നതിന് വേണ്ടിയുള്ളതാണ് സ്പെഷ്യൽ കോർട്ട്. ദ കോർട്ട് ആർ ഡിസൈൻ ടു ഹാൻഡിൽ സീരിയസ് കോർപ്പറേറ്റ് ക്രിമിനൽ ആൻഡ് ഇംപ്രൂവ് ജുഡീഷ്യൽ എഫിഷ്യൻസി. ഇവിടെ വന്നിരിക്കുന്നത് സീരിയസ് ആയിട്ടുള്ള കോർപ്പറേറ്റ് ക്രൈംസും അതുപോലെ ജുഡീഷ്യൽ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുന്നതിനുമാണ് സ്പെഷ്യൽ കോർട്ട്സ് ഉള്ളത്. അപ്പോൾ ദ്രുതഗതിയിലുള്ള തീരുമാനങ്ങൾ എത്താൻ വേണ്ടി ഉള്ളതാണ് സ്പെഷ്യൽ കോർട്ട്സ്. പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീരുമാനമാക്കി കിട്ടുന്ന സ്ഥലമാണ് സ്പെഷ്യൽ കോർട്ട്സ്. അവരുടെ നിയമപരിധിയിൽ വരുന്നത് സ്പെഷ്യൽ കോർട്ട്സിൻ്റെ ഹാൻഡിൽ ഒഫൻസ് പണിഷബിൾ ബൈ 2 years ഓർ മോർ ഇംപ്രിസൺമെൻറ്റ് അണ്ടർ കമ്പനീസ് ആക്ട്. അവർ ഹാൻഡിൽ ചെയ്യുന്ന ഒഫൻസ് പണിഷബിൾ ബൈ 2 years വരെ പണിഷ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അതുപോലെ മോർ ഓഫ് ഇംപ്രിസൺമെൻറ്റ്, ജയിലിലടക്കാൻ പറ്റുന്ന കമ്പനീസ് ആക്ട് പ്രകാരം 2 വർഷത്തോളം 2 വർഷത്തോ അതിൽ കൂടുതലോ ജയിലിൽ അടച്ച് പണിഷ് ചെയ്യാൻ പറ്റുന്ന കമ്പനീസ് ആക്ടിൻ്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ് അവരെ നിയമപരിധിയിൽ വരുന്നത്. സമ്മറി ട്രയൽ. സ്പെഷ്യൽ കോർട്ട് ക്യാൻ കണ്ടക്ട് സമ്മറി ട്രയൽ ഫോർ ഒഫൻസ് പണിഷബിൾ ബൈ up to 3 years for imprisonment with the maximum sentence of 1 year. If a longer sentence seems likely, the case can transition to regular trial. ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം എന്ന് പറയുന്നത് 3 years ജയിലിലടക്കലാണ്, ഇംപ്രിസൺമെൻ്റ് ആണ്. അതിൽ കൂടുതൽ വരികയാണെന്നുണ്ടെങ്കിൽ അത് റെഗുലർ ട്രയലിലേക്ക് പോകുന്നതാണ്. Appeal and revision. Decisions made by special court can be appealed or revised in high court, ensuring a further layer of judicial oversight. സ്പെഷ്യൽ കോർട്ടിൽ എന്തെങ്കിലും അപ്പീൽ ഉണ്ടെങ്കിൽ, അത് എന്തെങ്കിലും ആ വന്ന തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? ഹൈക്കോർട്ടിനെ സമീപിക്കാം. അടുത്തത് ഫൈൻ ഇമ്പോസ്ഡ് ബൈ used to cover cost of proceeding or reward information who provide valuable information. അടുത്തത് അതർ അതോറിറ്റീസ്. കമ്പനീസ് ആക്ട് പ്രകാരം 2013 അടിയിൽ വരുന്ന മറ്റുള്ള നിയമനിർമ്മിതികൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ROC, ദ രജിസ്ട്രാർ ഓഫ് കമ്പനി. അഥവാ ഇവിടെ വരുന്നത് നമ്മൾ ഒരു ഇൻകോർപ്പറേഷൻ നടത്തുന്ന ഇവിടെയാണ്. അപ്പോൾ രജിസ്ട്രാർ ഓഫീസിൽ പോയിട്ട് നമ്മുടെ കമ്പനിക്ക് ലീഗൽ എക്സിസ്റ്റൻസ് വാങ്ങിക്കൊടുക്കുന്നത്. നമ്മളെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾ അസോസിയേഷനും ഒക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമ്മുടെ കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന സ്ഥലമാണ് ROC എന്ന് പറയുന്നത്. അതാണ് ദ രജിസ്ട്രാർ ഓഫ് കമ്പനീസ്, ROC. ഇവിടെ പറഞ്ഞിട്ട് ദ ROC ഈസ് റെസ്പോൺസിബിൾ ഫോർ രജിസ്റ്ററിങ് കമ്പനീസ് ആൻഡ് ഓവർസീയിങ് കംപ്ലയിൻസ് വിത്ത് ദ ആക്ട് വിത്തിൻ ദ jurisdiction. They are appointed by central government and are tasked with the examining registration documents, ensuring compliance and taking corrective actions when necessary. ഇവരെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്ന സെൻട്രൽ ഗവൺമെൻറ് ആണ്. അവരുടെ ഡോക്യുമെൻറ്റ്സൊക്കെ എക്സാമിൻ ചെയ്തിട്ട് അതിന് ഉറപ്പ് വരുത്തുന്നതും എല്ലാ കാര്യങ്ങളും ഉറപ്പ് വരുത്തുന്നത് ഒരു കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ ചെയ്യുന്നത് ദ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അഥവാ ROC. റീജിയണൽ ഡയറക്ടേഴ്സ്. The regional directors operate under Ministry of Corporate Affairs, handling delegated powers from the central government. They oversee complaints and address issues within the respective region, contributing to the administration of company law. Regional directors എന്ന് പറഞ്ഞാൽ അവർ കമ്പനീൻ്റെ ഓപ്പറേറ്റ്സ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ അണ്ടറിൽ വരുന്നവരാണ്. അവർ എന്താണ് ചെയ്യുന്നത്? ദേ ഓവർസീ കംപ്ലയിൻറ്റ്സ് ആൻഡ് അഡ്രസ് ഇഷ്യൂ വിത്ത് ദ റെസ്പെക്റ്റീവ് റീജിയൻ. ആ സ്ഥലപരിധിക്കുള്ളിലുള്ള പ്രശ്നങ്ങളൊക്കെ അവരെന്ത് ചെയ്യുന്നു?
ഓവർസീ ചെയ്യുന്നു. പിന്നെ വരുന്നത് മേൽനോട്ടം വഹിക്കുകയാണ്. എന്താണ് ഒരു അവരുടെ റീജിയനിൽ വരുന്ന വിത്തിൻ ദ റെസ്പെക്റ്റീവ് റീജിയൻ അവരുടെ നിയമപരിധിക്കുള്ളിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ മേൽനോട്ടം വഹിക്കുന്നു, നിരീക്ഷിക്കുന്നു, അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യുന്നു. നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി NFRA. The NFRA is an apex body responsible for setting and enforcing accounting and auditing standards. It has authority to investigate misconduct by accounting professionals and ensure compliance with the financial regulations. ഇവരെന്ന് പറയുന്നത് അക്കൗണ്ടിങ്ങിൻ്റെയും ഓഡിറ്റിംഗ് ഒരു കമ്പനിയുടെ അക്കൗണ്ടിങ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ എന്താണ് കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുന്നവരാണ് NFRA. ഇറ്റ് ഹാസ് അതോറിറ്റി ടു ഇൻവെസ്റ്റിഗേറ്റ് അവർക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറ്റും മിസ്കണ്ടക്ട് ബൈ അക്കൗണ്ടിങ് പ്രൊഫഷണൽസ്. അക്കൗണ്ടിങ് പ്രൊഫഷണൽസ് എന്തെങ്കിലും കള്ളത്തരം കാണിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഫിനാൻഷ്യൽ റെഗുലേഷൻസിൽ എന്തെങ്കിലും ഒരു കള്ളത്തരം കാണിക്കുന്നുണ്ടോ എന്നൊക്കെ ഇവർക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് SFIO. The SFIO is a multi-disciplinary body empowered to investigate complex fraud cases related to companies. It operates independently and has exclusive jurisdiction once a case assigned into it by the central government, including the power to arrest and gather evidence. SFIO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ മൾട്ടി ഡിസിപ്ലിനറി ബോഡിയാണ്. അപ്പം ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഏറ്റവും കടുപ്പമേറിയ കുറച്ചുകൂടെ എന്താ പറയുക ആഴത്തിലുള്ള വലിയ വലിയ പ്രശ്നങ്ങൾ ഫ്രോഡ് കേസസ് ഒക്കെ കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള കേസുകളൊക്കെ കൈകാര്യം ചെയ്യുന്നവരാണ് SFIO. അപ്പോൾ അവർക്ക് എന്താണ് അവരുടെ അടുത്ത് ഒരു കേസ് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് പവർ ഉണ്ട് അറസ്റ്റ് ചെയ്യാനും എവിഡൻസൊക്കെ എടുക്കാനും ഗ്യാദർ ചെയ്യാനും അതിനൊക്കെയുള്ള പവർ സെൻട്രൽ ഗവൺമെൻറ് അവർക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ളവരാണ് SFIO നോക്കുന്നത് പിന്നെ കമ്പനീസിലുള്ള പ്രശ്നങ്ങളാണ്. കമ്പനീസിൽ വരുന്ന കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രോഡ് പ്രശ്നങ്ങൾ കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള കുറച്ചുകൂടെ ഗൗരവമേറിയ ഫ്രോഡ് കേസസ് റിലേറ്റഡ് ടു കമ്പനീസിനെ ബാധിക്കുന്ന എന്തെങ്കിലും ഫ്രോഡായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഇവരാണ് കൈകാര്യം ചെയ്യുക. അവർക്ക് അതിനുള്ള പവറുണ്ട്, അറസ്റ്റ് ചെയ്യാനും പവറുണ്ട്, എവിഡൻസ് കളക്ട് ചെയ്യാനുള്ള പവറുമുണ്ട്. ഇവിടെ പറയുന്നത് ദീസ് വാരിയസ് അതോറിറ്റീസ് ട്രൈബ്യൂണൽസ് വർക്ക് കൊളാബറേറ്റീവ്ലി uphold corporate governance to ensure accountability within the Indian corporate sector, fostering an environment conducive ethical business practice. ഇവിടെ പറയുന്നത് ഈ പലതരത്തിലുള്ള എന്താണ് ഈ അതോറിറ്റീസ് ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ഇന്ത്യൻ കോർപ്പറേറ്റ് സെക്ടറിൽ അവരെന്ത് ചെയ്യുന്നു, ഒരു ബിസിനസ് എന്താണ് എത്തിക്കൽ ബിസിനസ് പ്രാക്ടീസസ് കണ്ടക്ട് ചെയ്യാനതിൽ ഉറപ്പ് വരുത്തുന്നു. ഒരു നല്ലൊരു ബിസിനസ് അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ അവരൊരു ഭാഗമായിട്ടുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നു. അപ്പം അത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിനകത്ത് പറഞ്ഞിട്ടുള്ളത്.